ഇത് ഇന്നലെ നമ്മൾ ചെയ്തൊരു ഷോർട്ട് വീഡിയോയുടെ അപ്ഡേറ്റ് ആണ്. ഇന്നലെ നമ്മൾ ചെയ്ത ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ചെറിയ 2 ആപ്പിൾ സ്നെയിലുകളെ, അതായത് നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിൽ നിന്ന് ചാടിപ്പോയതാണ്. അപ്പോൾ അവർ ചത്തുപോയിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന ടബിലാണ് കൊണ്ടുവന്ന് ഇട്ടത്. അപ്പോൾ ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർ പുറത്തേക്ക് വരാത്തതുകൊണ്ട് ഷെല്ലിനകത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ട് നമുക്കറിയില്ല. പക്ഷേ ദേ ഇന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ടില്ലേ, അത് ചത്തിട്ടില്ല, അത് ജീവനോടെ തന്നെ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇത്തരം ആപ്പിൾ സ്നെയിലുകൾ ചത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മാംസം അല്ലെങ്കിൽ ഫ്ലഷ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. ഉള്ളിൽ ഇങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കില്ല. ജീവനുണ്ടെങ്കിൽ മാത്രമാണ് അവർ ഷെല്ല് ക്ലോസ് ചെയ്തിട്ട് ടൈറ്റായിട്ട് അതിനകത്ത് ഇരിക്കുന്നത്. വെള്ളത്തിൽ കിടന്നാണ് അവർ ഡെഡായി പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയാണ് കാണിക്കുക. ഇതുപോലെ ഷെല്ലിനകത്ത് അവർ ടൈറ്റായിട്ട് ഇരിക്കില്ല, അവരുടെ ഫ്ലഷ് പുറത്തേക്ക് വരും. അതേസമയം നമുക്ക് ഡൗട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്ത് ഔട്ട്ഡോർ ടാങ്കിൽ നിന്ന് ചാടിപ്പോയതാണ്. അപ്പോൾ അവർ ടാങ്കിന് പുറത്താണ് കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ വെയിലും ചൂടൊക്കെ വരുമ്പോൾ ഇവർ ഷെല്ലിനകത്തേക്ക് പോയിട്ട് ക്ലോസ് ആയിട്ട് ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഇരുന്നെങ്ങാനും ചത്തു പോയിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തിൽ ചിലപ്പോൾ അവരുടെ ഫ്ലഷ് പുറത്തേക്ക് വന്നു എന്ന് വരില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നാണ് ഇതിനകത്ത് ഇട്ടത്. അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്യുമ്പോഴും ഇതുപോലെ അവർ ക്ലോസ് ആയിട്ട്, ഇപ്പോൾ കണ്ടില്ലേ, ഇതിങ്ങനെ ഷെല്ല് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ല, ഇതുപോലെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് അപ്പോഴും ഉറപ്പില്ല ഇത് ജീവനുണ്ടോ എന്നുള്ളത്. കാരണം ജീവനോടെ നടക്കുന്നത് കാണാതെ നമുക്ക് ഒരിക്കലും കൺഫേംഡ് ആയിട്ട് പറയാനായിട്ട് സാധിക്കില്ലല്ലോ. ഞാൻ വേറൊരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് പെട്ടെന്ന് കാണുന്നത് ഈ ഒരു ആപ്പിൾ സ്നെയിൽ മുകളിൽ കിടന്ന് നടക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇവർ ജീവനോടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ 1-2 ദിവസം ഇതിനകത്ത് ഇട്ടതിന് ശേഷം നമ്മുടെ മറ്റ് ആപ്പിൾ സ്നെയിലുകൾ കിടക്കുന്ന ഔട്ട്ഡോർ ടാങ്കിലേക്ക് തന്നെ ഇവരെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ടബിൽ കുറച്ച് ദിവസമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇടാം. ചിലപ്പോൾ പറയാൻ പറ്റില്ല, കാരണം ഇതിനകത്ത് നിന്ന് ചിലപ്പോൾ ഒരു ചാടി പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പൊന്മാനോ അല്ലെങ്കിൽ കാക്കയോ വല്ലതും വരുമ്പോൾ ഇവരെ കാണുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരെ എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. ഇവർ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ടബിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളിവരെ വളർത്തുന്ന ടാങ്കിൽ നിന്നൊക്കെ പുറത്തേക്ക് ചാടി പോയിട്ടുണ്ടെങ്കിൽ ഇവർ കുറച്ച് നടന്നിട്ട് വെള്ളം പിന്നെ കാണാണ്ടായി കഴിഞ്ഞാൽ ഇവർ ഇതുപോലെ ഷെല്ലിനകത്തേക്ക് പോയിട്ട് ക്ലോസ് ആയിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ലോ ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇവർക്ക് കുറച്ചധികം ദിവസം ആ ഷെല്ലിനകത്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ചൂട് വല്ലാതെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് ചിലപ്പോൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ചെന്ന സമയത്ത് അധികം ദിവസം ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അതുകൊണ്ടാണ് നമുക്ക് ജീവനോടെ കിട്ടിയത്. ഇവർ ചാടിപ്പോയത് ഓവർഫ്ലോ PVC വഴിയായിരുന്നു. അത് നമ്മൾ എടുത്തു മാറ്റിയിട്ടുണ്ട്.